എന്നാൽ ഞാനിപ്പോൾ പ്രാരംഭമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ദൈവാലയം പണിയുന്നത് നമ്മുടെ ശരീരങ്ങളാകുന്ന ദൈവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവാലയത്തിൻ്റെ പണി, ദൈവാലയം സുന്ദരമായി പണിത് കഴിയുമ്പോൾ ഇതിനകത്ത് സാത്താൻ വന്നിരിക്കരുത്, ഇതിനകത്ത് ദൈവമഹത്വം ഉണ്ടാവണം. നമ്മുടെ ശരീരങ്ങൾ ദൈവമഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടണം. വേദപുസ്തകം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ് എന്നാണ്. കല്ലും മണ്ണും സിമൻറ്റും കോൺക്രീറ്റും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭൗതികമായ ഘടനയേക്കാൾ ഉപരി നമ്മുടെ ദേഹദേഹി ആത്മാക്കൾ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായി പ്രതിഷ്ഠിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ പണി കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ വന്നിട്ടൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഈ ദൈവാലയം പണിത നിങ്ങളുടെ അഭിമാനത്തെ ഞാനും അഭിനന്ദിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇത്ര സുന്ദരമായൊരു ദൈവാലയം തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കത് വളരെ സന്തോഷം തോന്നി. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നാണ്. ഞാൻ പറയും, ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എരിവ് എൻ്റെ ശരീരാത്മദേഹികളിൽ എന്നെ ശക്തമായി സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണ്, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി പ്രതിഷ്ഠിക്കപ്പെടണം. ഹല്ലേലൂയ. ഒരു ദൈവാലയം എന്നത് ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യമുള്ള ഇടമാണ്. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ദ കോൺസിക്രേറ്റഡ് പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്നാണ്. ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യമുള്ള ഇടമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പിനെ അഴിച്ചു കളക എന്നാണ്. എന്നാൽ കേരളക്കരയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വചന ശുശ്രൂഷ നടത്തുന്ന ഒരു കപ്പൂച്ചിയൻ അച്ഛൻ നമ്മുടെ ബോബി ജോസ് കട്ടിക്കാട് എന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ പലപ്പോഴും ഈ ചെരുപ്പിടാതാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു വള്ളി ചെരുപ്പിടുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എന്നാൽ ചെരുപ്പിടാതെയാണ് ഈ പ്രഘോഷകൻ നടക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പിന് അഴിച്ചു കളക. അദ്ദേഹം പറയുന്നു, എവിടമാണ് വിശുദ്ധമല്ലാത്തത്? ഈ ഭൂമിയും ഭൂതലവും അതിലെ ചരാചരങ്ങളുമെല്ലാം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഇടമൊക്കെ വിശുദ്ധമാണ്. അതുകൊണ്ടാണ് ചെരുപ്പിടാതെ നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ പിതാക്കന്മാർ പാടിയ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാം ആ പാട്ട്. വഴിയിലും പുഴയിലും വീട്ടിലും നാട്ടിലും എവിടെയും അനുഗ്രഹം അടിയങ്ങളായിടാൻ അനുഗ്രഹക്കടലെ എഴുന്നള്ളി വരിക. അപ്പോൾ എല്ലായിടത്തും ഞാൻ ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവാലയം ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യമുള്ള ഇടമാണ്. നമ്മളെല്ലാവരും ചരിക്കുന്ന ദൈവാലയങ്ങൾ എന്നുള്ള നിലയിൽ, സഞ്ചരിക്കുന്ന ദൈവാലയങ്ങൾ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യമുള്ള ഇടങ്ങളായി നമ്മുടെ ശരീരാത്മദേഹികൾ തീരുന്നതിന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ വർഷം ഇവിടെ ദൈവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്ന ഈ വർഷം, അനുഗ്രഹകരമായി ദൈവാലയം പണിത ഈ വർഷം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിത സാന്നിധ്യമായി രൂപപ്പെടുന്നതിന് ദൈവം കൃപ ചെയ്യണമേ എന്നുള്ള മനഃപൂർവമായ ഒരു പ്രാർത്ഥന നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പദസഞ്ചയത്തിലുണ്ടാവണം. എന്താ പദസഞ്ചയം എന്ന് പറഞ്ഞാൽ? വൊക്കാബുലറി, നമ്മുടെ വൊക്കാബുലറി. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ ഞാൻ നിന്നതല്ല കർത്താവെ, നീ നിർത്തിയതാണ് എന്നുള്ളത് നമ്മുടെ വൊക്കാബുലറിയുടെ ഭാഗമാണ്. കർത്താവെ, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ദൈവമാണെന്നുള്ളത് നമ്മുടെ വൊക്കാബുലറിയുടെ ഭാഗമാണ്. ഞാൻ മത്തായി മുക്കിലെ ഇമ്മാനുവേൽ പള്ളിയിലെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയുന്നു, ഈ വർഷം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വൊക്കാബുലറി, ഒരു പദം കൂടെ കൂട്ടിച്ചേർക്കണം. അത് മറ്റൊന്നുമല്ല, ദൈവമേ, ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദൈവാലയം പണിയുവാൻ ദൈവം കൃപ ചെയ്തതിനാൽ എൻ്റെ ശരീരാത്മദേഹികൾ ദൈവത്തിൻ്റെ പ്രതിഷ്ഠിത സാന്നിധ്യമുള്ള ഇടമായി തീരുവാൻ, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി ജീവിതം അപ്രകാരമുള്ള ഒരു പ്രതിഷ്ഠിത സാന്നിധ്യത്തിൻ്റെ ഇടമായി തീരുവാൻ, എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ
തങ്കപ്രാവേ നീ എന്നുള്ളിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അച്ഛനോട് ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു ഈ വചനഭാഗമാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എരിഹോ മതിലിനെ കുറിച്ചുള്ളൊരു പാട്ട് അച്ഛൻ സെലക്ട് ചെയ്തു. ഓരോ പാട്ടും ഓരോ പ്രാർത്ഥനയും ഓരോ വചനവായനയും വളരെ ഫോക്കസ്ഡാണ്, വളരെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാനൊരു പാട്ട് പാടി തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ ഇതിലപ്പുറത്തൊരു പാട്ടിപ്പോൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് പാടാനായിട്ടില്ല. അതുകൊണ്ട് എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന് നിമിത്തം ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എരിഹോ മതിൽ ഇടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്ത. ഇത് നമ്മൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്. നിങ്ങളാരും ഉറങ്ങരുത്. ഞാൻ വീണ്ടും മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഉറങ്ങി തറയിൽ പോയാൽ കഴുകി എഴുന്നേൽപ്പിക്കാൻ ലിജോ അച്ഛന് പറ്റില്ല, എന്നെക്കൊണ്ടും പറ്റില്ല. പണ്ടൊരു യൂത്തിക്കോസ് വീണപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തനുണ്ടായിരുന്നു, തഴുകി എഴുന്നേൽപ്പിച്ചു. ഞങ്ങളൊക്കെ അഭിഷിക്തനാണെങ്കിലും അത്രയും തഴുകി എഴുന്നേൽപ്പിക്കാൻ മാത്രമുള്ള ത്രാണിയില്ല. അതുകൊണ്ട് ആരും ഉറങ്ങി വീഴരുത് എന്നുള്ളത് ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുത്തതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഈ ഇൻസ്പെക്ടർ സന്ദർശിച്ചപ്പോൾ സൺഡേ സ്കൂൾ പിള്ളേരോട് അദ്ദേഹം ചോദിച്ചത്ര എരിഹോവും അതിൽ ഇടിച്ചതാരാണ്? ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാ കഥ? അങ്ങനെ ചോദിച്ചപ്പോൾ പിള്ളേർ ഓരോരുത്തർ പറഞ്ഞു ഞങ്ങളാരുമല്ല, ഞാനല്ല എന്ന് പറഞ്ഞെന്നാണ് കേൾവി. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ഇൻസ്പെക്ടർക്ക് ഒരാശ്ചര്യം തോന്നി. സാറിൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പോൾ സാറ് പറഞ്ഞു, ഈ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്, ഇവരാരും ഇടിക്കത്തില്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ എരിഹോ മതിൽ ഇടിച്ചത് ആരാണ്? എരിഹോ മതിൽ എന്തായിരുന്നു? എരിഹോ മതിൽ എങ്ങനെയാണ് ഇടിഞ്ഞു വീണത്? എരിഹോ മതിൽ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഇടിഞ്ഞു വീണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ മുമ്പിൽ ഉയരുന്ന എരിഹോ മതിലുകൾ ഇടിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയരുന്ന പ്രതിസന്ധികളുടെ ഒരുപാട് മതിലുകൾ നമ്മുടെ മുമ്പിലുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഈ മതിലുകൾ ഇടിയുവാൻ ദൈവത്തിൻ്റെ അദമ്യമായ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം യോശുവയുടെ പുസ്തകം തുറന്നു വെക്കുക. പുസ്തകത്തിനകത്തോട്ട് നോക്കണം. ഇടയ്ക്ക് ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനം കാണാതെ പറയാൻ കഴിയുന്ന ഭാഗങ്ങൾ നിങ്ങളോട് എൻ്റെ കൂടെ അങ്ങ് പറയണം. വായിക്കാൻ ചില ഭാഗങ്ങൾ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ വായിപ്പിച്ചില്ല എങ്കിൽ ആ ഭാഗം ഒന്ന് ഹൃദയത്തിൽ കുറിച്ചുകൊണ്ട് പോകണം. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ ഏതൊക്കെ വേദഭാഗങ്ങളാണ് നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിച്ചത് എന്നുള്ളത് ഹൃദയത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെ പറയണം. ഇൻകുലാബ് എന്ന് പറഞ്ഞാൽ സിന്ദാബാദ് എന്നാ പറയേണ്ടതെന്ന് ആർക്കറിയാൻ വയ്യാത്ത? അതറിയാവുന്ന മലയാളിക്ക് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അല്ലെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയണമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം. പ്രസംഗിക്കുന്നത് മാത്രമല്ല, പ്രസംഗം കേൾക്കുന്നതൊരു വലിയ വരമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വരമാണ് പ്രസംഗം കേൾക്കുന്നതിനുള്ള വരം. അപ്പോൾ പ്രസംഗം കേൾക്കുന്ന വരം നിങ്ങൾക്ക് സമൃദ്ധമായി ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല എന്നാണ്. അകത്ത് കയറിയതുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. യെരിഹോ മതിലിനെ അവർ അടച്ച് ഉറപ്പാക്കിയിരുന്നു. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഇംപെനിട്രബിൾ ഒബ്സ്റ്റക്കിൾ. ഒരിക്കലും നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള, കടന്ന് കയറാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർത്ത
ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം. യെരിഹോ പട്ടണത്തെക്കുറിച്ച് ഒരുപാട് വേദഭാഗങ്ങളുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട സൈമൻ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അച്ഛൻ പ്രസംഗിച്ചത് ഏലിയാവിനെ കുറിച്ചായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെരിഹോ എന്ന പട്ടണം അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായിരുന്നുവെങ്കിലും അതിലെ വെള്ളം ചീത്തയും ഗർഭനാശകവും ആയിരുന്നു എന്നാണ്. അപ്പോൾ എലീശ പ്രവാചകൻ ഉപ്പ് ഉറവിങ്കലിട്ട് ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് പഥ്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അത് ശരിയാണോ? ആണെങ്കിൽ തലയാട്ടണം. ശരിയാണോ? ആണോ? ആടുന്ന ലക്ഷണമില്ല. ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് അങ്ങനെ ഒരു കേൾവിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം യെരിഹോ പട്ടണത്തെക്കുറിച്ച് കുറച്ചുകൂടെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വായിക്കുന്നു, പുരാതന കാലത്തെ കോട്ടകൊത്തളങ്ങൾ കൊണ്ട് അടച്ചുറപ്പാക്കിയിരുന്ന ഒരു ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻ്റ് ആയിരുന്നു യെരിഹോ എന്ന് പറയുന്നത്. അതായത് പട്ടണങ്ങളുള്ള, മതിലുകളുള്ള, കോട്ടകൊത്തളങ്ങളുള്ള ഒരു നഗരമാണ് യെരിഹോ. യെരിഹോവിനെ കുറിച്ച് മറ്റൊരു പരാമർശമുണ്ട്. അത് അതിൻ്റെ മതിൽ പണിയപ്പെടത്തില്ലെന്നൊക്കെ യോശുവ പറഞ്ഞതിനെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. എന്നാൽ അതിനു മുമ്പുള്ളതാണ് ഞാൻ ഓർമ്മിപ്പിക്കുക. എൻ്റെ കൂടെ നിങ്ങളത് ഓർത്തോണം. യെരിഹോ എന്ന് പറയുന്ന ഇടം ഈന്തപ്പനകളുടെ നഗരം. ഒരുപാട് പാം ട്രീസ് ഉള്ള, ഈന്തപ്പനകളുള്ള നഗരമായിരുന്നു യെരിഹോ. നിങ്ങൾക്ക് ഗൾഫ് നാടുകളിലൊക്കെ ശുശ്രൂഷ ചെയ്തവർക്ക്, ജോലി ചെയ്തവർക്കറിയാം, ഈന്തപ്പഴം എത്രമാത്രം ഈ അറബികൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതറിയാം. നമുക്കറിയാവുന്ന പോലെ വളരെ പോഷണം നൽകുന്ന, വളരെ സന്ധാരണം നൽകുന്ന ഒന്നാണ് ഈത്തപ്പനയും അതിൻ്റെ ഫലവും. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് ഏലീമിൽ വന്നപ്പോൾ നമ്മളവിടെ 72 ഈത്തപ്പനകളും നീരുറവുകളും ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ ഏലീമിൻ്റെ പ്രത്യേകത, ഈത്തപ്പനകൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് പട്ടിണി മാറിയത്, അവിടെയാണ് പോഷണം ഉള്ളത്. എൻ്റെ കൂടെ ഒന്ന് ധ്യാനിച്ചേ, ഞാൻ പറയുന്ന ധ്യാനം ഒന്ന് ശ്രദ്ധിച്ചേ. ഇസ്രായേൽ മക്കൾ അവർ യാത്ര ചെയ്ത് ഈ യോർദാൻ കടന്ന് യെരിഹോവിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സമൃദ്ധമായ പോഷണത്തിൻ്റെ ഭക്ഷണം ഉള്ളൂ. ഇവിടെ വന്നാൽ അവർക്ക് പോഷണമുണ്ട്, പക്ഷേ ഈ പോഷണം അനുഭവിക്കുന്നതിന് കഴിയാത്ത തരത്തിൽ ആ പട്ടണം അടച്ച് ഉറപ്പാക്കിയിരിക്കുന്നു. ദേ കനോട്ട് എൻജോയ് ദി ഫ്രൂട്ട്സ്. അവിടുത്തെ ഫലം അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പ്രതിരോധമാണ് അവർ സൃഷ്ടിച്ചത് എന്ന് വായിക്കുകയാണ്. അപ്പോൾ ഒന്ന് ധ്യാനിച്ചോ, എന്തുകൊണ്ടാണ് അവർ അപ്രകാരം പട്ടണത്തെ അടച്ചു പൂട്ടിയതെന്ന് ഇവിടെ വായിക്കാം. എന്തുകൊണ്ടാണ് അവർ അടച്ചു പൂട്ടിയത്? അതാണ് ധ്യാനം. എന്തുകൊണ്ടാണ് അവർ അടച്ചു പൂട്ടിയത്? യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള കേൾവി അവർ കേട്ടതിനാൽ. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവർ യെരിഹോവിനെ അല്ലെങ്കിൽ ഈ കനാൻ നാടിനെ ഒറ്റുനോക്കാനായിട്ട് ചില ദൂതന്മാരെ അയച്ചു, ചാരന്മാരെ അയച്ചു. അപ്പോൾ രാഹാബ് എന്ന വേശ്യ, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും. രാഹാബ് എന്ന വേശ്യ, ആ സ്ത്രീ ഈ ഒറ്റുകാരിൽ 2 പേരെ അവരുടെ വീട്ടിൽ, അവരുടെ കിണറിനകത്ത് മൂടിവരിയിട്ട് ഒളിച്ചിരിക്കാനുള്ള സന്ദർഭം കൊടുത്തപ്പോൾ ആ സ്ത്രീ രാഹാബ് അവരോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള കേൾവി ഞങ്ങളുടെ മേൽ വീണിട്ടുണ്ട്. അപ്പോൾ എന്ത് കേൾവിയാണ് കേട്ടത്? കേൾവി എന്താണെന്നറിയാമോ? ഈ ജനം
മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വന്നപ്പോൾ യഹോവയായ ദൈവം ഇവരുടെ മുമ്പിൽ ചെങ്കടലിനെ പിളർന്നു. ഫറവോനും സൈന്യവും പിമ്പെ വന്ന് ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഈ ജനത്തിന് മരുഭൂമിയിൽ ദൈവം മന്ന നൽകി, ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി. ശക്തരായ രാജാക്കന്മാരായ സീഹോനും ഓഗും അവർക്കെതിരെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ യെരിഹോ നിവാസികൾ കേട്ട കേൾവി? ദൈവത്തിൻ്റെ ജനം, ദൈവം അനുകൂലമായിരിക്കുന്ന ജനം ഇപ്പോൾ യെരിഹോവിന് നേരെ വരികയാണ്. അവരിങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഭൗതികമായ അടച്ചുറപ്പുകൾ അവർ ചെയ്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പ്രസംഗിക്കുന്ന ഉടനെ ഇതിനോട് ചേർന്ന് എനിക്ക് മറ്റൊന്ന് പറയാനുണ്ട്. അടച്ചുറപ്പാക്കപ്പെട്ട മറ്റൊരു സങ്കേതത്തെക്കുറിച്ച് നമ്മൾ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് വായിക്കുന്നുണ്ട്. അതെന്താ അടച്ചുറപ്പാക്കപ്പെട്ടത്? എന്താ? യേശു തമ്പുരാനെ ക്രൂശിച്ച് അവനെ ജോസഫിൻ്റെ കല്ലറയിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് യഹൂദ പ്രമാണികൾ ചെന്ന് പറയുന്നത്, യജമാനനെ ആ ചതിയൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ട് പോകാതിരിക്കുവാൻ കല്ലറ ഉറപ്പാക്കണം. അവർ കല്ലറ ഉറപ്പാക്കി. റോമൻ പട്ടാളത്തെ കൂടുതലായി കാവൽ നിർത്തി. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര വെച്ചു. അങ്ങനെയൊക്കെ മുദ്ര വെച്ച് ഉറപ്പാക്കിയ ആ കല്ലറ അത് അപ്രതിരോധ്യമാണ് എന്നവർ വിചാരിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കല്ലറയെ ഭേദിച്ച് യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറ പുറത്തുനിന്ന് തുറന്നതല്ല, അകത്തുനിന്ന് ദൈവത്തിൻ്റെ ശക്തിയാൽ കല്ലുരുണ്ടുപോയതാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാമോ? നിങ്ങളൊന്ന് ധ്യാനിക്കാൻ വേണ്ടിയാണ്, പ്രാർത്ഥനാപൂർവം. ഇവിടെ പ്രാർത്ഥിച്ച ഉടനെ നിങ്ങളൊക്കെ സ്തോത്രമൊക്കെ പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഒരു ആരവം ഉണ്ടായി. എനിക്ക് സന്തോഷമാണ്. എന്നാൽ ഈ പ്രസംഗം കേൾക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ സ്തോത്രവും ആരവവും ഉയർത്തണം. ഞാനീ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആത്മീക ശക്തിയെക്കുറിച്ചാണ്. ഈ പഴയ നിയമം ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് പുതിയ നിയമം ഇല്ലെങ്കിൽ പിന്നെ ഈ പഴയ നിയമത്തിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യെരിഹോ എന്ന് പറയുന്ന പട്ടണം അടച്ചുറപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ 2026 ജനുവരി മാസം 2-ാം തീയതി മത്തായിമുക്ക് ഇമ്മാനുവേൽ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അറിയുന്നു, ഞങ്ങളുടെ മുമ്പിൽ അപ്രതിരോധ്യമായിരുന്ന ഒന്നിനെ ദൈവത്തിൻ്റെ ശക്തി പൊട്ടിച്ചതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ആ ശക്തിക്ക് നമ്മൾ പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നാണ്. ദ പവർ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെക്കുറിച്ച് നമ്മൾ പറയും, നമ്മളൊരു മാമോദീസ സമൂഹമാണ്. വി ആർ എ ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റി എന്ന് പറയും. എന്താ ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് മാമോദീസ എന്ന് പറഞ്ഞാൽ? അത് ഏത് തരത്തിലുള്ള മാമോദീസ ആയാലും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം യേശുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ പദവി എന്താ? മാമോദീസ ഏറ്റ കർത്താവിനോട് ചേർന്ന ദൈവ പൈതലിൻ്റെ പദവി എന്താ? ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പറയണം, കർത്താവേ, ഞാനൊരു മാമോദീസ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ആളാണ്. എന്നെ അടച്ചുപൂട്ടുന്ന, എന്നെ തകർത്തു കളയുന്ന, എനിക്ക് സമൃദ്ധമായ ജീവൻ്റെ ആഹാരം ലഭിക്കുന്നതിന് തടസ്സമായി തീരാവുന്ന എല്ലാറ്റിനെയും
ദൈവത്തിൻ്റെ ശക്തി തോൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഓർമ്മിപ്പിക്കുക, നമ്മളൊക്കെ പുനരുത്ഥാന സമൂഹമാണ്. മാമോദീസ സമൂഹം ഞാൻ പറഞ്ഞു, അതിനോട് ചേർത്ത് പറയുന്നു നമ്മളൊക്കെ പുനരുത്ഥാന സമൂഹമാണ്. അപ്പോൾ ഞാൻ എരിഹോ എന്ന് പറഞ്ഞു. എരിഹോവിലെ തകർക്കപ്പെടേണ്ട മതിലിനെക്കുറിച്ച് പറഞ്ഞു. ആ മതിലിനോട് ചേർത്ത് യേശുവിൻ്റെ കല്ലറയെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ കല്ലറ തകർക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ കല്ലറ തകർന്നത് ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചത് കൊണ്ടാണ്. അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു, നമ്മളും ആരാണ്? ഒരു പുനരുത്ഥാന സമൂഹമാണ്. നമ്മളൊരു മാമോദീസ സമൂഹമാണ്. യേശുവിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഇമ്മാനുവേൽ ദൈവാലയത്തിനകത്തിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഞങ്ങളെ പുനരുത്ഥാന സമൂഹമാക്കി നീ തീർത്ത നിൻ്റെ കരുണയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ആ ബലം അനുഭവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, എരിഹോവിനെ മതിലിടിഞ്ഞു. എരിഹോവിലുള്ളവരൊക്കെ പട്ടുപോയി. ചിലർ രക്ഷപ്പെട്ടു. ആരാണ് രക്ഷപ്പെട്ടത്? രാഹാബ് എന്ന വേശ്യ രക്ഷപ്പെട്ടു. അവളുടെ കുടുംബം രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? പറയണം, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കണം. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ വലിയ രക്ഷാകര സാന്നിധ്യത്തോട്. ഞാൻ പറയുന്ന വാക്കൊക്കെ പ്രത്യേകിച്ച് ഓർക്കണം. ദ റിഡംറ്റീവ് പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വിടുവിക്കുന്ന സാന്നിധ്യം, ദ റിഡംറ്റീവ് പ്രസൻസ്. ആ പ്രസൻസിനെ, ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ വിശ്വാസത്തിൻ്റെ പ്രതികരണം നടത്തിയവരാണ് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആലയത്തിലിരിക്കുമ്പോൾ, ഇവിടെ ആരാധിക്കുമ്പോൾ, ഈ മനോഹരമായ ദേവാലയം ഈ വഴിവെക്കിൽ പണിതുയർത്തിയ ദൈവമക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മളൊരു പുനരുത്ഥാന സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട രക്ഷാകര ബോധ്യത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയരുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും. ഹല്ലേലൂയ. എല്ലാ മതിലുകളും ഇടിഞ്ഞു വീഴും. ഇടിഞ്ഞു വീഴണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രക്ഷാകര വിശ്വാസത്തിൽ പ്രതികരിക്കുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ പട്ടുപോയേക്കാം. രാഹാബ് എന്ന വേശ്യ, അവൾ രക്ഷപ്പെട്ടു. അവൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, യേശു തമ്പുരാൻ്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ചു. ദൈവത്തിന് സ്തോത്രം, അല്ലേ? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ? അവളുടെ കുലശ്രേഷ്ഠത കൊണ്ടല്ല, അവളുടെ സാമൂഹിക ശ്രേഷ്ഠത കൊണ്ടല്ല, പിന്നെ അവളുടെ വിശ്വാസ നിലപാട് കൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നിലപാട് കൊണ്ടാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ആ വിശ്വാസത്തിൻ്റെ നിലപാടിനെ തന്ന് എൻ്റെ ജീവിതത്തിൽ ഉയരുന്ന എരിഹോ മതിലുകൾ ഇടിയുവാൻ ദൈവം സഹായിക്കണമേ. നല്ല പാട്ടല്ലേ പാടിയത്? നമ്മൾ പാടി, എരിഹോ മതിലുകൾ ഉയർന്നു വന്നാൽ നമുക്കതിൽ ഭയം വേണ്ട. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു സ്തോത്രം പറഞ്ഞ് ആ എരിഹോ മതിലുകൾ പാട്ടുപാടി ആനന്ദിച്ച പ്രിയപ്പെട്ടവർ ഒരു സ്തോത്രം പറ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ എരിഹോ മതിലുകൾ മുമ്പിൽ ഉയർന്നാൽ നമുക്കതിൽ ഭയം വേണ്ട. എന്തുകൊണ്ടാണ് നമുക്കതിൽ ഭയം വേണ്ടാത്തത്? നമ്മിൽ വ്യാപരിക്കുന്ന, ഹല്ലേലൂയ, ഒരു ശക്തിയുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ നിലപാടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ നിലപാടുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയമില്ലാത്തത്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ക്യാൻ വർക്ക്. ദൈവത്തിന് പ്രവർത്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ നന്മ തരാം. കർത്താവിന് സാധിക്കും. ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുക. അവർ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല. ആരും പുറത്തിറങ്ങിയില്ലെന്ന് മാത്രമല്ല, അകത്തോട്ടും ആരും പോയില്ല. എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. പള്ളിക്കൊരു വാതിലുണ്ട്. വാതിലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാതിലെന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാതിൽ തുറക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറയും വാ ഇതിലേ, അതാണത്ര വാതിൽ.
വാ ഇതിലെ എന്ന് പറയുന്നതാണ് വാതിൽ. മതിലെന്ന് പറഞ്ഞാലോ മതിൽ, മതി ഇതിലെ എന്നാണ് അല്ലേ? മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പോകാൻ പറ്റത്തില്ല. മതി ഇതിലെ എന്നാണ് മതിൽ എന്ന് പറഞ്ഞാൽ. വാതിൽ വാ ഇതിലെ എന്ന് പറയാം. തുറന്നിട്ടിരിക്കുന്ന വാതിൽ വാ ഇതിലെ നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, വാതിലുകൾ തുറക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ചില നടപടിക്രമങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മതിലിടിഞ്ഞു വീഴാൻ, യെരിഹോ മതിൽ ഇടിഞ്ഞു വീഴുവാൻ അവരനുവർത്തിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ടെന്ന് വായിക്കുകയാണ്. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഹല്ലേലൂയ പറഞ്ഞാലേ നിങ്ങൾ ഉണരത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ മതിലിടിയുന്നത്? മതിലിടിയുന്നതിൻ്റെ നടപടിക്രമം എന്താണ്? ഞാൻ 1, 2, 3 എന്ന് പറയാം. അത് നിങ്ങളുടെ ധ്യാനമായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്. 1, നിങ്ങൾ 6 ദിവസം 7 ദിവസം യഹോവയുടെ പെട്ടകത്തെ അനുഗമിക്കണം. അങ്ങനെയല്ലേ വായിക്കുന്നത്? യഹോവയുടെ പെട്ടകത്തെ അനുഗമിക്കണം. യഹോവയുടെ സാക്ഷ്യ പെട്ടകത്തെ നിങ്ങൾ അനുഗമിക്കണം എന്നാണ് പറയുക. എങ്ങനെ അനുഗമിക്കണം? ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഏന്തിയ 7 പുരോഹിതന്മാർ ആ പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം. ആ പെട്ടകം അതിൻ്റെ പിറകെ വരണം. അതിൻ്റെ പിറകിലായി യുദ്ധസന്നദ്ധതയുള്ള, യുദ്ധശേഷിയുള്ള സകലരും ഈ പെട്ടകത്തെ അനുഗമിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാണ് പെട്ടകത്തെ അനുഗമിക്കേണ്ടത്? വയസ്സന്മാരല്ല, പ്രത്യേകിച്ച് അവർക്ക് വയസ്സന്മാരല്ല, ഒന്നിനും കൊള്ളാത്തവരല്ല. ആരാണ് അനുഗമിക്കേണ്ടത്? നല്ല ശേഷിയുള്ളവർ അനുഗമിക്കണം എന്നാണ് പറയുക. ദൈവമേ, കണ്ടെത്താവുന്ന കാലത്ത് നിന്നെ അന്വേഷിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ടല്ലേ? യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കാനുള്ള ഒരു ദൈവകൃപ പ്രാപിക്കണം. പെട്ടകത്തെ അനുഗമിക്കാനാണ് ഇവിടെ പറഞ്ഞത്. ആരൊക്കെയാണ് പെട്ടകത്തെ അനുഗമിക്കേണ്ടത്? കാഹളമേന്തിയ 7 പുരോഹിതന്മാർ 7 കാഹളവും എടുത്തുകൊണ്ട് ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ, അതിൻ്റെ പിമ്പിലായി യുദ്ധസന്നദ്ധരായ, യുദ്ധശേഷിയുള്ള ജനം അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണമെന്ന് നമ്മൾ വായിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് പെട്ടകത്തെക്കുറിച്ച് പറയാൻ പോവാം. എന്താണ് ഈ പെട്ടകം? എനിക്ക് ഇമ്മാനുവേൽ ദൈവാലയം എൻ്റെ ദൈവത്തിൻ്റെ ഒരു പെട്ടകമായി തോന്നുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പെട്ടകത്തെ നിങ്ങൾ അനുഗമിക്കണമെന്നാണ്. ഈ പെട്ടകത്തെ നിങ്ങൾ പിൻപറ്റണം എന്നാണ്. പെട്ടകം എന്താണ് എന്ന് നമുക്കറിയാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പെട്ടകത്തിൻ്റെ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. എന്താണ് ആ ചരിത്രം? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ചരിത്രം എന്താ? നമുക്കറിയാം. ദൈവജനം കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു തടസ്സം കരകവിഞ്ഞൊഴുകുന്ന യോർദാനായിരുന്നു, അല്ലേ? യോർദാൻ കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകും. അപ്പോൾ അവരവിടെ എത്തിയത് കൊയ്ത്തുകാലത്താണ്. അപ്പോൾ ഒഴുകുന്ന യോർദാൻ അവർക്കൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, എന്താ പറഞ്ഞത്? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിൽ കാല് ചവിട്ടുമ്പോൾ യോർദാൻ നദി പിളരും. ഹല്ലേലൂയ. അപ്പോൾ ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുകുത്തിയപ്പോൾ യോർദാൻ നദി പിളർന്നു, വെള്ളം ചിറ പോലെ നിന്നു. അതിൻ്റെ മധ്യത്തിലൂടെ ജനം അക്കരെ കടന്നു, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുക. അതുകൊണ്ട് ഈ പെട്ടകത്തിന് നമുക്കൊരു പേരിടാം. ഇത് അത്ഭുതത്തിൻ്റെ പെട്ടകമാണ്. ദൈവകൃപയുടെയും ദൈവിക അത്ഭുതത്തിൻ്റെയും പെട്ടകമാണ്. ഇമ്മാനുവേൽ പള്ളി, ദൈവം നമ്മോടുകൂടെ. ഇത് അത്ഭുതത്തിൻ്റെ പെട്ടകമാകണം. ദൈവം പ്രവർത്തിക്കുന്ന ഇടമാകണം. ഇത് നിങ്ങളുടെ
ഈ പള്ളി പണിത് കഴിഞ്ഞുള്ള ആദ്യത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാനിത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകം ദൈവിക പ്രവർത്തനങ്ങളുടെ അത്ഭുതത്തിൻ്റെ സ്ഥാനമാണ്, അതിൻ്റെ പ്രതീകമാണ്. ഇവിടെ നിലവിളിച്ചും കരഞ്ഞും കണ്ണുനീരഭിഷിക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഹന്നായുടെ ദൈവമുണ്ട്, ഹാഗാറിൻ്റെ ദൈവമുണ്ട്. ആ ദൈവത്തെ അനുഭവിക്കുന്ന ഇടമായി ഇത് തീരണം. ഹല്ലേലൂയ. പെട്ടകത്തെ പിൻപറ്റണം. പെട്ടകം എന്തായിരുന്നു? അത്ഭുതത്തിൻ്റെ പെട്ടകമായിരുന്നു. അത്ഭുതം നടന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധരായ പുരോഹിതന്മാർ ഇത് ചുമന്ന് യോർദാനിൽ കാല് ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം പിളർന്നു എന്ന് വായിക്കുകയാണ്. അത് അത്ഭുതങ്ങളുടെ പെട്ടകം. എന്നാൽ നമ്മൾ ഇനിയും ഓർക്കണം. ഞാൻ ഒരു സന്ദർഭം കൂടെ പറയാം, പ്രത്യേകിച്ച് ഓർത്തോ. അത് 1 ശമൂവേൽ 4-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പെട്ടകത്തെക്കുറിച്ച് തന്നെയാണ്, ഓർക്കണം. ഇത് ഒന്നിച്ച് ധ്യാനിക്കേണ്ട വിഷയമാണ്. പെട്ടകം അത്ഭുതങ്ങളുടെ പെട്ടകമാണ്. അത് ശീലോവിലെ ദൈവാലയത്തിൽ ഇരിക്കുകയായിരുന്നു, അല്ലേ? ശീലോവിലെ ദൈവാലയത്തിലാണ് പെട്ടകം ഇരുന്നിരുന്നത്. അവിടെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായി യുദ്ധം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫെലിസ്ത്യരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ തോൽക്കുന്ന ഉടനെ അവരൊരു പെട്ടെന്ന് ജയിക്കാനായിട്ടുള്ളൊരു മാർഗം കണ്ടെത്തി. എന്തായിരുന്നറിയാമോ? ശീലോവിലെ ദൈവാലയത്തിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അവർ പെട്ടകം എടുത്തുകൊണ്ട് വന്നു. പെട്ടകം വന്നപ്പോൾ ജനം ആർപ്പിട്ടു. പക്ഷേ പെട്ടകത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. ഏലി പുരോഹിതൻ ആസനത്തിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. ഏലിയുടെ പുത്രൻ ഫീനഹാസിൻ്റെ ഭാര്യ ഈ വാർത്ത കേട്ട് ഗർഭിണിയായിരുന്നവൾ പ്രസവിച്ചു. അവൾ അതോടുകൂടെ മരിച്ചു. അവൾക്ക് ജനിച്ച കുഞ്ഞിനെ ഇക്കോബോദ് എന്ന് പേരിട്ടു. എന്താണ് ഇക്കോബോദ്? മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന്. ഞാൻ പറഞ്ഞത് 2 വശങ്ങളാണ്. ഒന്ന് പെട്ടകം, അത്ഭുതത്തിൻ്റെ പെട്ടകം. എന്നാൽ ഇപ്പോൾ പെട്ടകം കൊണ്ടുവന്നിട്ടും പെട്ടകത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് രക്ഷിക്കാൻ കഴിയാഞ്ഞതെന്നറിയാമോ? അത് നിങ്ങൾ ധ്യാനിക്കണം, പഠിക്കണം. ഇന്നിവിടെ എന്തായാലും വൈകുന്നേരം 1 മണിക്കൂർ ഇരിക്കാൻ വന്നതാണ്. 1 മണിക്കൂർ ഇരിക്കുന്നത് നമുക്കൊക്കെ പ്രയോജനപ്പെടണമെന്നാണ് എൻ്റെ വിചാരം. വചനം അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിനകത്ത് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് സംഭവിച്ചത്? 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഏലി പുരോഹിതൻ്റെ മക്കളാണ് ദൈവാലയത്തിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഏലി പുരോഹിതൻ്റെ മക്കൾ ഹൊഫ്നിയും ഫീനഹാസും, അല്ലേ? അവരെങ്ങനെയായിരുന്നു? ആ പുരോഹിതന്മാർ ദൈവത്തെ ഓർത്തില്ല. ആ പുരോഹിതന്മാർ യഹോവയെ ഓർത്തില്ല എന്ന് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ പുരോഹിതന്മാർ അനുവർത്തിച്ചിരുന്ന രീതി എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് രീതി? യാഗം കഴിക്കുവാൻ ആരെങ്കിലും യാഗാർപ്പണത്തിന് വേണ്ടി വരുമ്പോൾ യാഗം ദഹിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ്റെ വേലക്കാർ മുപ്പല്ലികളുമായി വന്ന് മാംസം കുത്തിയെടുക്കും. അപ്പോൾ ഈ യാഗം അർപ്പിക്കുന്ന ആളുകൾ പറയും, ഇതൊന്ന് ദഹിച്ചോട്ടെ, നിങ്ങൾക്കുള്ള പങ്ക് തരാമെന്ന് പറഞ്ഞാൽ, അല്ല, പുരോഹിതന് പച്ച മാംസം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊന്ന് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ പറയും, യാഗത്തെ ഡെസിക്രേറ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആരാധനയെ അപമാനിക്കുന്ന, അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന മനോഭാവം അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ഭാഷ ബലാത്കാരത്തിൻ്റെ ഭാഷയാണ്. അങ്ങനെയാണ് പറയുന്നത്. അവർ ബലാത്കാരത്തിൻ്റെ ഭാഷ സംസാരിച്ചു. മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട് ആ അധ്യായത്തിൽ തന്നെ, 1-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഈ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വന്നിരുന്ന സ്ത്രീകളെ അവർ മലിനപ്പെടുത്തി എന്ന് വായിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്ന ധാർമ്മിക അപജയങ്ങളെല്ലാം ഈ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ അപ്പനായ ഏലിയുടെ വാക്ക് കേട്ടില്ല. പിതൃബിംബത്തെ നിഷേധിക്കുന്നവരാണ്. ദൈവിക പരിജ്ഞാനത്തിൻ്റെ അനുഭവങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാണ്. പഴയ നിയമത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 10 വർഷമായി
വചനത്തിൻ്റെ ശുശ്രൂഷ നിരന്തരം രാവിലെ കേൾപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പോഴും വളരെ കുറച്ചുകൂടെ ഉള്ളൂ. ചാകുന്നതിന് മുമ്പ് അതുകൂടെ പറയണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. അനുദിനമന്ന എന്ന പ്രോഗ്രാം ഒരു കാശ് കിട്ടാൻ വേണ്ടിയുള്ളതല്ല. വാട്സപ്പിൽ മാത്രമാണ്. ഞാൻ യൂട്യൂബിൽ പോലും അത് അപ്ലോഡ് ചെയ്യാറില്ല. വാട്സാപ്പിൽ മാത്രമുള്ളത്. പ്രിയപ്പെട്ടവരെ, വചനമാണ് പറയാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സദൃശവാക്യങ്ങൾക്കകത്തൊരു വലിയ ശക്തീകരണമുണ്ട്. അപ്പൻ എന്ന് പറഞ്ഞാൽ ദൈവിക പരിജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഇസ്രായേൽ സമൂഹത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏലി പുരോഹിതനെന്ന 40 വർഷക്കാലം ഇസ്രായേലിന് ന്യായപാലനം നടത്തിയ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പുരോഹിതൻ്റെ വാക്ക് കേൾക്കുവാൻ മക്കൾക്ക് കഴിയാതെ പോയി. അവർ അശുദ്ധരായ പുരോഹിതരായിരുന്നു. അവരാണ് വ്രതനിഷ്ഠയില്ലാതെ, ദൈവസന്നിധിയിലുള്ള ഉപവാസമില്ലാതെ, ദൈവസന്നിധിയിലുള്ള വിശുദ്ധീകരണമില്ലാതെ ഈ പെട്ടകം ചുമക്കുകയാണ്. അങ്ങനെ പെട്ടകം ചുമക്കുമ്പോൾ പെട്ടകം ശാപഗ്രസ്തമായി മാറും. മത്തായി മൂക്ക് ഇമ്മാനുവേൽ ഇടവക ഇതൊരു പെട്ടകമാണ്, ദൈവത്തിൻ്റെ പെട്ടകമാണ്. ഈ പെട്ടകം ചുമക്കുന്ന നിങ്ങളെല്ലാവരും, ഹല്ലേലൂയ, ഇവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരും ഈ പള്ളിയിൽ ആരാധിക്കുന്ന 35 കുടുംബങ്ങളും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ പുരോഹിതന്മാരാണ്. മറക്കരുത്. നമ്മുടെ മാമോദീസ ശുശ്രൂഷയിൽ അവസാനം കുഞ്ഞിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ ഒരു നല്ല പാട്ട് പാടും. നിങ്ങളത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ കുഞ്ഞ് കരയുന്നതും പിന്നെ കുഞ്ഞിൻ്റെ തള്ള കൊടുത്തുകൊണ്ട് വന്ന സാരിയുടെ ഒരു മഹത്വവും, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഉള്ള സദ്യയെക്കുറിച്ചുള്ള ചിന്തയും കൊണ്ടൊക്കെ നിൽക്കുകയാണ്. എന്നാലൊരു പാട്ടുണ്ട്, മമ സോദരരെ നിങ്ങൾ ഭൂപാലകരാം, രാജാക്കൾ മോഹിക്കും മുടിയെ നിങ്ങൾക്കായി, മുടഞ്ഞിടുന്നവനാം സകലാധിപൻ തൻ്റെ സുതനാം ഉടയോന് സ്തോത്രം പാടിടുവീൻ. മാമോദിസായറ്റ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രതീകമായ മൂറോൻ അഭിഷേകം പ്രാപിച്ച് സകലരുടെയും ശിരസിൽ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടം എന്തിൻ്റെ കിരീടമാണെന്നറിയാമോ? രാജകീയ പുരോഹിത വർഗത്തിൻ്റെ കിരീടമാണ്. ഞാനിപ്പോൾ പുരോഹിതന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. അച്ഛൻ മെത്രാന്മാരെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചുമാണ് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചല്ല. ഞാനൊരു കുഞ്ഞിൻ്റെ പ്രായം കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതായപ്പോഴാണ്, അവൻ്റെ പ്രായത്തിൽ പോയ ഈ മക്കളുടെ പ്രായത്തിൽ. അപ്പം ഞാൻ ബോയ്സ് ക്യാമ്പിന് പോയി. അന്ന് ബോയ്സ് ക്യാമ്പ് വളരെ മനോഹരമായ ക്യാമ്പാണ്. യൂഹാനോൻ മാർത്തോമാ തിരുമേനിയാണ് അവിടെ ഞങ്ങളുടെ നേതാവ്. തിരുമേനിയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ പോയിരിക്കുകയും തിരുമേനി വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. താടി നരച്ച താടി, നീണ്ടു കിടക്കുന്ന താടി, ദൈവത്തെ കണ്ടാൽ യൂഹാനോൻ തിരുമേനിയെ പോലെ ഇരിക്കുമെന്നായിരുന്നു അന്നത്തെ എൻ്റെ സങ്കല്പം. അങ്ങനെയൊക്കെ ആയിരുന്നു. തിരുമേനി ഒരിക്കൽ ബോയ്സ് ക്യാമ്പിന് വന്ന് ഞങ്ങളോട് ചോദിച്ചു, മാർത്തോമാ സഭയിൽ എത്ര പട്ടക്കാരുണ്ടെന്ന്, എത്ര പുരോഹിതന്മാരുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ അന്ന് 250 300 ഏതാണ്ടേ ഉള്ളൂ. ഇപ്പോഴാണ് 1000 കൂടുതലുള്ളത്. അപ്പോൾ ഏതാണ്ട് 300ഓളം ഉണ്ട് എന്ന്. അപ്പോൾ ഒരു മിടുക്കം പറഞ്ഞു 300. തിരുമേനി പറഞ്ഞു അല്ല, 5 ലക്ഷം പുരോഹിതന്മാരുണ്ട്. 5 ലക്ഷം. എന്താ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനസംഖ്യയാണ്, നമ്മുടെ ജനസംഖ്യ 5 ലക്ഷം. അതുകൊണ്ട് മത്തായി മൂക്ക് ഇമ്മാനുവേൽ ഇടവകയിലുള്ളവരെ ഞാൻ യൂഹാനോൻ തിരുമേനിയുടെ കൊട്ടേഷൻ ഓർപ്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ 2 കൊട്ടേഷൻ ഇട്ട് പറയുന്നു, നിങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ഈ സമർപ്പണത്തിൻ്റെയും വേർതിരിവിൻ്റെയും വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആത്മീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ചുമക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള പെട്ടകം നമ്മൾ ചുമക്കണം. ഹല്ലേലൂയ. വീട്ടിലെ വീട്ടുകാരൻ പുരോഹിതനാണ്, വീട്ടുകാരി പുരോഹിതയാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുവാൻ ഉത്തരവാദിത്വമുള്ളവർ പുരോഹിതരാണ്, സ്പിരിച്വൽ പ്രീസ്റ്റ്ഹുഡാണ്. അതുകൊണ്ട് നാം പെട്ടകം ചുമക്കുമ്പോൾ വിശുദ്ധിയോടുകൂടെ ചുമന്നില്ല എങ്കിൽ അത്ഭുതമെന്നൊക്കെ നമ്മൾ പറയത്തേ ഉള്ളൂ. ആരവം ഒരു പക്ഷെ ഉണ്ടാകും, പക്ഷേ അത്ഭുതം നടക്കണമെന്നില്ല. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇന്നലെ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. ഹല്ലേലൂയ. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൽപ്പനകളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ വിശുദ്ധിയോടുകൂടെ
ദൈവത്തിൻ്റെ ജനം നടക്കുമ്പോൾ. അപ്പോൾ ഇമ്മാനുവേൽ പള്ളി പുനഃപ്രതിഷ്ഠിച്ച ഈ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ശരീരാത്മദേഹികൾ ഒരു വിശുദ്ധ ദൈവാലയമായി തീരുന്നതിന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പെട്ടകം സൂക്ഷിക്കുവാൻ അതിനുള്ള ബലം എനിക്ക് തരണേ. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, എൻ്റെ തലമുറകളെക്കുറിച്ച് ഞരങ്ങുവാൻ, സങ്കടപ്പെടുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ, ദേശത്തുള്ള മദ്യപന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, ദേശത്തുള്ള പിന്മാറ്റക്കാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, ഓലവാല കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അധികാരത്തിൻ്റെ വിശുദ്ധിയിലാണ് നമ്മുടെ ദൈവാലയം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പെട്ടകമായി മാറുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നു, എൻ്റെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നു, കുടുംബ പ്രാർത്ഥനയുടെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നു, എൻ്റെ വ്യക്തിപരമായ ആരാധനയുടെ വചന പഠനത്തിൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നു. കർത്താവെ, ഒന്ന് പുതുക്കി പണിയാൻ എൻ്റെ ദൈവാലയം പുതുക്കി പണിത് മനോഹരമായ ദൈവാലയമാക്കിയപ്പോൾ എൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി ഒന്ന് പുതുക്കി പണിയുവാൻ ഈ 2026 ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പെട്ടകം അത്ഭുതത്തിൻ്റെ പെട്ടകമാണ്. അത്ഭുതം സാധ്യമാകുന്നത് വിശുദ്ധിയിൽ നടക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ഒക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയല്ലോ. അതെന്താ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴാണ് പറയേണ്ടത് ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനം നമ്മളെ മുറിവേൽപ്പിക്കുമായിരിക്കും ചിലപ്പോഴൊക്കെ. എന്നാൽ മുറിവേൽപ്പിക്കുന്നതൊക്കെ തെറാപ്യൂട്ടിക്കൽ ഇൻസിഷൻസാണ്. എന്താ തെറാപ്യൂട്ടിക്കൽ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറിയൊരു പരുവെന്ന് അത് പഴുത്തുപോയാൽ അത് ഡോക്ടർ കീറിക്കളയില്ലേ, അത് തെറാപ്യൂട്ടിക്കലാണ്. അത് സൗഖ്യം നൽകുന്നതിനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്കിരിക്കാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പെട്ടകം അത്ഭുതത്തിൻ്റെ പെട്ടകമാണ്. എന്നാൽ അത്ഭുതത്തിൻ്റെ പെട്ടകം, അത്ഭുതം പ്രവർത്തിക്കുന്നത് പെട്ടകം ചുമക്കുന്നവരുടെ വിശുദ്ധിയിലാണ്. ഹല്ലേലൂയ. അന്ന് യോർദാൻ പിളർന്നത് വ്രതനിഷ്ഠയോടുകൂടെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുകുത്തിയപ്പോഴാണ്. ഇവിടെ ശീലോവിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വന്നവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരുന്നതുകൊണ്ട് അവിടെ അത്ഭുതമുണ്ടായില്ല, അപജയമുണ്ടായി. വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പെട്ടകത്തെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടകത്തിനകത്ത് എന്താണുള്ളത്? പെട്ടകം എന്ത് സൂചിപ്പിക്കുന്നു? പെട്ടകം എന്തിൻ്റെ പ്രതീകമാണ്? പെട്ടകം ഒരു പ്രതീകമാണ്. പെട്ടകം എന്തിൻ്റെ പ്രതീകമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനധ്യാനം. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ പെട്ടകത്തിനകത്ത് എന്തുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പെട്ടകത്തിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുക. എന്തൊക്കെയാണ്? എടുത്തോ ആരെങ്കിലും? എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് പെട്ടകത്തിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹറോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിൻ്റെ മീതെ കൃപാസനം തേജസ്സിൻ്റെ കരുവുകൾ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവാലയത്തിനകത്ത് തേജസ്സിൻ്റെ കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൻ്റെ മുകളിൽ ദൈവശക്തിയുടെയും ദൈവമഹത്വത്തിൻ്റെയും പ്രതീകമായ കെരൂബുകൾ ചിറക് വിടർത്തി നിൽക്കുന്നു. പക്ഷെ അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. പെട്ടകത്തിനകത്ത് ആ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കാൻ പോവാം. ധ്യാനിക്കുക. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ധ്യാനമാണല്ലോ. അപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, ഈ പെട്ടകത്തിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രം ഉണ്ടാവണം. മന്നയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്.
എല്ലാം അറിയാവുന്ന ആളുകൾ എൻ്റെ കണ്ണിലോട്ടിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ഹൃദയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇല്ലെങ്കിൽ കടലാസ് രേഖപ്പെടുത്തണം എവിടെയെങ്കിലും. ഇന്നത്തെ വീട്ടിൽ ചെല്ലുന്ന ഉടനെ എന്തുമായിരുന്നു എന്ന് കേട്ടത് എന്ന് പറയരുത്. ദൈവത്തിൻ്റെ വചനം ആകാശത്തിലെ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടു പോകരുത്. ഇത് നമ്മുടെ ഉള്ളിൽ വേര് പിടിച്ച് വളരണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ മന്നായെക്കുറിച്ചും മന്നായുടെ നിയമങ്ങളെക്കുറിച്ചും വായിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് മന്ന? ദൈവം ആകാശത്ത് നിന്ന് പൊഴിച്ചു കൊടുത്ത മല്ലന്മാരുടെ ഭോജനമാണ് മന്ന. അത്ര ഓർത്താൽ മതി, ബാക്കിയൊക്കെ ഇനി പിന്നെ വായിക്കാം. എന്നിട്ട് മന്ന എങ്ങനെയാണ് പെറുക്കിയെടുക്കേണ്ടതെന്നൊക്കെ വായിക്കുന്നുണ്ടല്ലേ. അതാത് ദിവസത്തേക്കുള്ള മന്ന മാത്രമേ പെറുക്കാവൂ. കൂടുതൽ പെറുക്കിയാൽ എന്തോ സംഭവിക്കും? അത് ക്രമിച്ചു പോകും. എന്നാൽ ഒരു കാര്യമുണ്ട്, ശബത്ത് ദിവസത്തിൻ്റെ തലേ ദിവസം നിങ്ങൾ ഇരട്ടി പറക്കണം. ഇരട്ടി പറക്കിയാൽ ശബത്ത് നാളിൽ അത് ക്രമിച്ചു പോവുകയില്ല. കൂടുതൽ പെറുക്കിയവന് കൂടുതലും ഇല്ല, കുറച്ച് പെറുക്കിയവന് കുറച്ചുമില്ല. കയ്യൂക്കൊള്ളാൻ കാര്യക്കാരനല്ല മന്നായുടെ നിയമത്തിൽ. മന്ന ദൈവത്തിൻ്റെ സന്ധാരണ നിയമമാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ മറന്നാലും മന്ന സമം ദൈവത്തിൻ്റെ സന്ധാരണ നിയമം എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് പോകണം. വൈകിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, മന്ന സമം ദൈവത്തിൻ്റെ സന്ധാരണ നിയമം. അതിനകത്ത് യാതൊരു തരത്തിലുമുള്ള അത്യാഗ്രഹം വേണ്ട, ദുരാഗ്രഹം വേണ്ട, സഹോദരന് കൊടുക്കാതെ എനിക്കെല്ലാം കൂടെ വലിച്ചെടുക്കണമെന്നുള്ള താല്പര്യവും വേണ്ട. അങ്ങനെ വലിച്ചെടുത്താൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല, അത് ക്രമിച്ചു പോകും. ഇതാണ് മന്നായുടെ നിയമം. അതാണ് ദൈവിക സന്ധാരണത്തിൻ്റെ നിയമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പദമാണ് ദൈവസന്ധാരണം, ദൈവപരിപാലനം എന്ന്. ഞങ്ങളുടെ ഈ തിരുവല്ലയിലുള്ള ഒരു ഫ്ലാറ്റ്, ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങളതിനകത്ത് താമസം ആരംഭിച്ചപ്പോൾ എൻ്റെ വീടിന് ഇട്ട പേര് പ്രോവിഡൻസ് എന്നാണ്. അതുകൊണ്ട് ഞാൻ അനുദിനം തന്നെ പറയുമ്പോൾ തിരുവല്ല പ്രോവിഡൻസിൽ നിന്ന് A.T. സക്രിയ അച്ഛൻ എന്ന് പറഞ്ഞു. ചിലരെന്നോട് ചോദിച്ചു, അച്ഛനിപ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിലാണോ? പ്രോവിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വല്ലതും പ്രസ്ഥാനമാണോ? എൻ്റെ വീടാണ് എൻ്റെ പ്രസ്ഥാനം, വയറല്ല ദൈവം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ വീട് ഒരു പ്രസ്ഥാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ സന്ധാരണം. ദൈവം തന്നാലല്ലാതെ ഒന്നുമില്ല. ദൈവം തരുന്നത് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നത് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു മോശയോട്. ദൈവം എന്ത് പറഞ്ഞു എന്നറിയാമോ? നീ ഒരു ഇടങ്ങഴി മന്ന എടുത്ത് ഒരു പാത്രത്തിനകത്ത് ഇട്ട് സൂക്ഷിച്ച് അത് ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേടകത്തിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രം വന്നത്? മന്നായിട്ട് വെച്ച പൊൻപാത്രം വന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പെട്ടകത്തെ പിൻപറ്റുന്നവർ പെട്ടകത്തിനകത്തുള്ള മന്നായിട്ട് വെച്ച പൊൻപാത്രത്തിൻ്റെ നിയമത്തെ പിൻപറ്റണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായി മൂക്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനത്തോട് 2026 കുറിവാക്യമായി ഞാൻ പറയുന്നു, നമുക്ക് മന്നായുടെ നിയമം പിൻപറ്റണം. ഹല്ലേലൂയ. മന്നായുടെ നിയമം പിൻപറ്റുന്ന ദൈവത്തിൻ്റെ ജനം അനുഗ്രഹീതരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാനമല്ലാതെ നമുക്കൊന്നുമില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നതൊക്കെ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവസ്പർശം വേണം. ദൈവസ്പർശമില്ലാത്തതെല്ലാം നഷ്ടപ്പെട്ടു പോകും, അത് മുഴുവൻ ക്രമിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്തതുമായ ഒരു സ്വർഗീയ നിക്ഷേപം ദൈവത്തിൻ്റെ ദാനത്തിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇന്ന് നിൽക്കുന്നത് പോലെ ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ എല്ലായ്പ്പോഴും സാക്ഷിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് അച്ഛൻ്റെ മോളാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന് അച്ഛൻ്റെ മകളാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങളുടെ ശരീരം
ഈ സഭയുടെ ഭക്ഷണമാണ്. മറക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ദേഹം ഈ സഭയുടെ ഭക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭ തന്ന ശമ്പളമല്ലാതെ വേറെ ഒരു വരുമാന മാർഗവും ഇല്ലാതെയാണ് നിങ്ങൾ വളർന്നത്. നിങ്ങളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ അപ്പന് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല, വേറെ എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ പോളിസി ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് നടത്തിയോ, ചില അച്ഛന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിഞ്ഞുകൂടാ. റിയൽ എസ്റ്റേറ്റ് നടത്തിയോ പണം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ കുഞ്ഞ്, ഈ ഒരു കുർബാന ചൊല്ലിയ പണമല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ ശരീരത്തിൻ്റെ കൃപ ദൈവത്തിൻ്റേതാണ് എന്ന് എപ്പോഴും ഓർത്തോണം. അത് ഓർക്കാൻ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, അതല്ല നമുക്ക് വേറൊന്നില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ മക്കളോട് മാത്രമല്ല, എൻ്റെ ആത്മീയ മക്കളെല്ലാവരോടും ഞാൻ പറയും, ദൈവം തന്നതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ദൈവം തന്നതാണ് ആരോഗ്യം, ദൈവം തന്നതാണ് ആയുസ്, ദൈവം തന്നതാണ് മക്കൾ, ദൈവം തന്നതാണ് സാഹചര്യം. ഇത് ദൈവം തന്നതാണെന്നുള്ള ഓർമ്മയോടുകൂടെ ദൈവബന്ധത്തിൽ അതിനെ സൂക്ഷിക്കുന്നതാണ് മന്നായുടെ നിയമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷം 2026 പുതിയ ദൈവാലയത്തിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മന്നായുടെ സന്ധാരണ നിയമത്തെ പിൻപറ്റുന്നവരാകണം. അപ്പോഴാണ് പെട്ടകത്തെ നിങ്ങൾ പിൻപറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പെട്ടകത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പെട്ടകത്തിനകത്തുള്ള തത്വത്തെ പിൻപറ്റുക എന്നാണ്. അതിൻ്റെ പ്രിൻസിപ്പിളിനെ പിൻപറ്റുക എന്നാണ്. ആ പ്രിൻസിപ്പിൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സന്ധാരണ നിയമം. പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്ത ആ ഒരു നിക്ഷേപം, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ദാനമായി മാത്രം ലഭിക്കുന്നതാണ് എന്ന് ഓർക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം കൃപ ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 2, ഈ പെട്ടകത്തിനകത്തുണ്ടായിരുന്നത് അഹറോൻ്റെ തളിർത്ത വടിയാണ്. അഹറോൻ്റെ തളിർത്ത വടി, അത് നമ്മൾ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വചനധ്യാനത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഓർത്തുകൊണ്ട് പോകണം. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ജനം അഹറോനെതിരെ പിറുപിറുത്തു. അഹറോനെതിരെ പിറുപിറുക്കുകയാണ്. ഇവൻ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്നവൻ, ഇവനോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, ഇവൻ എന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെ അഹറോൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് അവർ പിറുപിറുക്കുമ്പോൾ ആ പിറുപിറുപ്പ് അവസാനിപ്പിക്കുവാൻ ദൈവം ഒരു കാര്യം ചെയ്തു. അവരോട് പറയുകയാണ്, നിങ്ങൾ 12 ഗോത്രക്കാരും, സംഖ്യാപുസ്തകം 17-ാം അധ്യായം, 12 ഗോത്രക്കാരും 12 വടി വെട്ടിക്കൊണ്ട് വരണമെന്ന്. എന്നിട്ട് ആ 12 വടിയും കൊണ്ടുവരിക. എന്നിട്ട് ലേവി ഗോത്രത്തിൽ അഹറോൻ്റെ പേരുമൊക്കെ എഴുതി അതങ്ങനെ വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 12 വടിയും ദൈവസന്നിധി കൊണ്ടുവച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ അഹറോൻ്റെ വടി മാത്രം തളിർത്തിരിക്കുന്നു. അഹറോൻ്റെ വടിയിൽ മാത്രം ബദാം കായ്ച്ചിരിക്കുന്നു, ബദാമിൻ്റെ ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നു, ബാക്കി ഒന്നിലുമില്ല. പെട്ടകത്തിനകത്ത് എന്തുണ്ട്? അഹറോൻ്റെ തളിർത്ത വടിയുണ്ട്. എന്താണ് അഹറോൻ്റെ തളിർത്ത വടി? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണേ, പാപികളായ മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ പറ്റുകയില്ല, ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനുള്ള യോഗ്യതയില്ല. എന്നാൽ ദൈവം ഈ മനുഷ്യർക്കു വേണ്ടി ചില ക്രമങ്ങളെ ഉണ്ടാക്കി വെച്ചു. ആ ക്രമം പഴയ നിയമ ഇസ്രായേലിന് അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ഒരു ക്രമമായിരുന്നു. യാഗാർപ്പണത്തിലൂടെ ദൈവജനത്തിൻ്റെ പാപപരിഹാരം ഉണ്ടാക്കുന്ന ഒരു ക്രമം, അല്ലേ? ആ ഒരു ക്രമത്തെ ദൈവം തമ്പുരാൻ വെച്ചു കൊടുത്തതാണ്. നമുക്കൊരു ക്രമമുണ്ട്. ഹല്ലേലൂയ, നമുക്കൊരു ക്രമമുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രമമുണ്ടല്ലേ? ആ ക്രമത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഈ അച്ഛനെന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടൊക്കെ ചോദിക്കുന്നു, കൊമ്പുണ്ടോ? കൊമ്പുമില്ല, മീശയില്ല, ഇത് രണ്ടും ഇല്ല. പിന്നെ എന്ത് കൊമ്പ? നീ എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. നിങ്ങൾ മേലോട്ട് കൊമ്പുയർത്തി സംസാരിക്കരുത് എന്ന് വചനം പറയുന്നു. കൊമ്പ് എന്തിൻ്റെ കൊമ്പ്? ദൈവ മഹത്വത്തിൻ്റെ കൊമ്പല്ലാതെ
വേറൊരു കൊമ്പുമില്ല. നിങ്ങളുടെ വചനം സംസാരിക്കുന്ന ഞാൻ 45 വർഷം മാർത്തോമാ സഭയിൽ പട്ടക്കാരനായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജനം എന്നെ പഠിപ്പിച്ചതും എൻ്റെ സഭ എന്നെ പഠിപ്പിച്ചതും എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചതും ദൈവം എന്ന മഹത്വത്തിൻ്റെ കൊമ്പല്ലാതെ വേറൊരു കൊമ്പില്ല എന്നാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ ക്രമം, അതാണ് ദൈവത്തിൻ്റെ ക്രമം. നമ്മൾ ഓർക്കണേ, നമ്മുടെ മനോഭാവങ്ങളുടെ ഫലമായി ബലഹീന മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മൾ ദൈവത്തിൻ്റെ ക്രമത്തെ നിന്ദിക്കുന്നവരാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പള്ളി പണിത് കഴിയുമ്പോൾ സാത്താൻ വന്നിരിക്കരുതെന്ന്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയോ ദേവാലയങ്ങളിൽ ഒരു വിശുദ്ധമായ കൂട്ടായ്മ സാധ്യമാകാത്ത തരത്തിൽ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചും, പട്ടക്കാരനെതിരെ മത്സരിച്ചും, മെത്രാനെതിരെ മത്സരിച്ചും, പ്രിയപ്പെട്ടവരെ, ആരാധന സാധ്യമാകാത്ത ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ എൻ്റെ പട്ടക്കാരോട്, എൻ്റെ സഹോദര പട്ടക്കാരോട്, എൻ്റെ ഇളയ സഹോദരങ്ങളായ പട്ടക്കാരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാനുള്ളവരാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാനുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി മാത്രം മതി ശുശ്രൂഷ എന്ന് ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടും പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക, ഞങ്ങൾ പട്ടക്കാർ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവർ, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എന്നാൽ അവരോട് കണക്ക് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സത്യസന്ധത ഇല്ലാതെ ജീവിക്കാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവത്തിൻ്റെ ക്രമത്തെ നിന്ദിക്കുന്ന തരത്തിൽ, പാവപ്പെട്ട മനുഷ്യർക്ക് ആരാധിക്കാൻ കഴിയാത്ത തരത്തിൽ സാഹചര്യം കലുഷിതമാക്കുന്നവർ ദൈവത്തിൻ്റെ ക്രമത്തെ നിന്ദിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഒരു കൂട്ടം ആളുകൾ പറയാണ്, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ തെരുക്കോണുകളിൽ പ്രസംഗിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ദൈവം കർത്താവ് പറയുക, ശപിക്കപ്പെട്ടവരെ പോ, നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്നെ പേടിപ്പിക്കുന്ന ഒരു വചനമാണ്. 45 വർഷം കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ ശപിക്കപ്പെട്ടവനെ പോ, നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കേൾക്കാൻ എനിക്കിടയായാൽ അതിൽ പരം ഒരു ദോഷമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, എന്നെ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷെ എന്താ അതിൻ്റെ കാര്യമെന്നറിയാമോ? എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു ആത്മീയ പാഠമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ലിജോ അച്ഛൻ ഇവിടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊച്ചമ്മയും രണ്ടുപേരും കൂടെ നിങ്ങളെ പാട്ട് പാടിച്ചെങ്കിൽ, ആ പാട്ട് പാടിപ്പിക്കാനുള്ള താലന്തുകൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ താലന്ത് ഇവിടെ ഉപയോഗിക്കുന്നതിലൂടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഹൃദയം തുറക്കുകയും നിങ്ങളുടെ വിശ്വാസം ഉണരുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ കർത്താവ് അനേകർക്ക് സൗഖ്യം കൊടുക്കും കേട്ടോ. ഹല്ലേലൂയ. അനേകരെ യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ ലിജോ അച്ഛൻ പറയുക, നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനെ പോ, നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുടെ കലവറക്കാരനായിരിക്കാനുള്ള ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ. എടുത്ത് വിളമ്പിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ കലവറയുടെ വിളമ്പിനെ തകർക്കുന്ന ഒന്നും ഇമ്മാനുവേൽ പള്ളിയിൽ ഉണ്ടാവരുത്. ഈ പുതിയ വർഷം ആദ്യ കൺവെൻഷൻ ആയതുകൊണ്ട് IIT സെക്രട്ടറി അച്ഛൻ ഇങ്ങനെ പറയുന്നത്, ഇത് പറയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ക്രമത്തെ തകർക്കുന്ന ഒന്നും ഉണ്ടാവരുത്. അന്ന് ആ ജനം പിറുപിറുപ്പ് നിർത്തി. കാരണം ദൈവം അത്ഭുതം ചെയ്തു, അല്ലേ? ദൈവം അത്ഭുതം ചെയ്തു, പ്രവർത്തിച്ച് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, മന്നായിട്ട് വെച്ച പൊൻപാത്രത്തോടൊപ്പം അഹറോൻ്റെ തളിർത്ത വടി അവിടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമതൊരു കാര്യം കൂടെ, യഹോവയുടെ സാക്ഷ്യ പലകകളാണല്ലേ. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്, ദൈവബോധത്തോടുകൂടെ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണ് 10 കൽപ്പനകൾ, അല്ലേ? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ മോശയോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്, ഈ സാക്ഷ്യ പലകകൾ കൊണ്ടുവന്ന് ഈ പേടകത്തിനകത്ത് വെക്കണമെന്ന്. അവിടെ അവർ സൂക്ഷിച്ചതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ പെട്ടകത്തെ പിൻപറ്റുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റുന്നവരാണ്,
ദൈവബന്ധത്തെയും മനുഷ്യബന്ധത്തെയും ഓർമ്മിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റുന്നവരാണ്. സമയമായി, ഞാൻ അവസാനിപ്പിക്കാറായി എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറഞ്ഞാൽ തീരുന്നില്ല, ഇനി ഒത്തിരി പറയാനായിട്ടുണ്ട്. ഈ ഭാഗം ഒരു ഖനിയായി ഞാൻ മൈൻഡ് ചെയ്തിട്ട്, ഞാനിതിനകത്ത് ഖനനം ചെയ്തിട്ട് ഇത് തീരുന്നില്ല. വീണ്ടും 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 ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ഷീണിച്ചില്ലല്ലോ, മടുത്തില്ലല്ലോ. നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ചു കൊള്ളുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പെട്ടകത്തെ പിൻപറ്റുന്നത്. അങ്ങനെ പെട്ടകത്തെ ആര് പിൻപറ്റണം? അരോഗദൃഢഗാത്രരായ യുദ്ധസന്നദ്ധരായ ആളുകൾ, ജീവിതത്തിൻ്റെ വൻകാര്യങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ ആരോഗ്യമുള്ളവർ ദൈവത്തിൻ്റെ പിന്നാലെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവൻ്റെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടക്കണം. അവസാനിപ്പിക്കട്ടെ, 5 മിനിറ്റ് കൂടെ ഞാൻ പറയും. 5 മിനിറ്റ് കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞു യോശുവയോട്, ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് 7 ദിവസം നടക്കണം. ഊതരുത്. 7 ദിവസവും ജനം നിശബ്ദമായി, അങ്ങനെയാണല്ലോ, നിശബ്ദമായി, ഒരാരവവുമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ ഈ പെട്ടകത്തിൻ്റെ പിന്നാലെ പോകണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം നീട്ടി ഊതണം. ഈ ജെഫ്രി ഇവിടെ വായിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടാണ് വായിച്ച് കേൾപ്പിച്ചത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. പലയിടത്തും വായിച്ച് കേൾപ്പിക്കുന്ന ഉടനെ വേറെയൊക്കെയാണ് വായിക്കുന്നത്. ഇവിടെ നന്നായിട്ട് വായിച്ച സന്തോഷം. നീട്ടി ഊതണം എന്നാണ്. നീട്ടി ഊതുമ്പോൾ, ഇങ്ങനെ നീട്ടി ഊതുമ്പോൾ ജനം ആർപ്പിടണം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു കാര്യം, നിശബ്ദമായിരിക്കാതെയുള്ള എല്ലാ ആരവങ്ങളും വെറുതെയാണ്. എന്ത് മനസ്സിലായി? നിശബ്ദമായിരിക്കാതെയുള്ള എല്ലാ ആരവങ്ങളും വെറുതെയാണ്. വീണ്ടും പറയുന്നു, ആർജവമില്ലാത്ത ആരവങ്ങൾ ആരാധനയല്ല. ആർജവമില്ലാത്ത ആരവങ്ങൾ ആരാധനയല്ലെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആർജവം വേണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. മൈലപ്ര എന്ന സ്ഥലം, ഞാൻ ഒടുവിൽ റിട്ടയർ ചെയ്ത സ്ഥലമാണ് മൈലപ്ര എന്ന സ്ഥലത്ത് മാർ കുറിയാക്കോസ് ആശ്രമം എന്ന് പറഞ്ഞ ഓർത്തഡോക്സുകാരുടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ഒരു താപസനുണ്ടായിരുന്നു, മാത്യൂസ് റംബാച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അട്ടച്ചാക്കൽ മാത്യൂസ് റംബാച്ചനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു കാര്യം, ദിവസങ്ങളോളം, മാസങ്ങളോളം മാത്യൂസ് റംബാച്ചൻ മൗനവ്രതം ആചരിക്കുമായിരുന്നു. മൗനം, നിശബ്ദത, ദൈവത്തോട് ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, മാർത്തോമാക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്ന് വിസിലടിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു പാട്ടും അന്നേരം പാടുന്ന ഒരു പാട്ടും, ഉണർവ് വരണമെങ്കിൽ പാടാനുള്ള ചില പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ട്, പെന്തക്കോസ് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവ് പിന്മഴ നൽകുക, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ഈ പാട്ടൊക്കെ പാടിയാലേ ഉണർവ് വരത്തുള്ളൂ. അതങ്ങോട്ട് പാടി തമ്പാറിൻ്റെ ബഹളത്തിൽ അങ്ങോട്ട് പാടുന്ന പറഞ്ഞാൽ ഭയങ്കര ഉണർവാണ്. വിസിലടിക്കുമ്പം നിന്നു, പുറത്തിറങ്ങുമ്പോൾ തീർന്നു. പുറത്തിറങ്ങുമ്പോൾ ഈ വന്നതുമില്ല, പോയതുമില്ല, പ്രാർത്ഥിച്ചതുമില്ല, എല്ലാം അവസാനിച്ചു. ഞാൻ ആ ശുശ്രൂഷ ആരംഭിച്ചത് ചെട്ട്പട്ടിലാണ്, ചെന്നൈ പട്ടണത്തിലാണ്. അവിടെ ഞാൻ ആദ്യം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ മനുഷ്യരൊക്കെ ചപ്പലിട്ടുകൊണ്ട് പള്ളി വിട്ടു. ചപ്പലിട്ടുകൊണ്ട് വന്നിട്ട് പുറത്ത് ഊരി വെച്ചാണ് അകത്ത് കയറുന്നത്, അല്ലേ? കാരണം എന്താ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പിനെ അഴിച്ചു കളയുക. ഇങ്ങോട്ട് ഏതൊക്കെ മാലിന്യങ്ങൾ ചവിട്ടിക്കൊണ്ട് വന്നോ അതെല്ലാം പള്ളിയുടെ പുറത്ത് വെച്ചേച്ച് അകത്ത് കയറും. എന്നിട്ട് ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അതേ മാലിന്യങ്ങൾ ഇട്ടുകൊണ്ട് പോകും. ചിലർ മറ്റുള്ളവരുടെ മാലിന്യം കൂടെ എടുത്തുകൊണ്ട് പോകും. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ചിലർ മറ്റുള്ളവരുടെ മാലിന്യം എടുത്തുകൊണ്ട് പോകും. അറിയാതെ പോകുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ആർക്ക് വേണം ഇപ്പോൾ ഈ ചെരുപ്പൊക്കെ? അതുകൊണ്ട് അറിയാതെ പോകുന്നത്.
ആരാധിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് സമയമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് വിശപ്പ് അങ്ങോട്ട്, ചിലർക്ക് കണ്ണ് കാണത്തില്ല വിശന്ന് കഴിഞ്ഞാൽ. പിന്നെ ആരുടെ ചെരുപ്പാണെന്നൊന്നും അറിയാതെ ചിലർ മാറിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നവരുടെ ബലഹീനതയെക്കുറിച്ച് നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒരു പ്രതീകമുണ്ട്. എന്താ പ്രതീകം? ഇങ്ങോട്ട് ചവിട്ടിക്കൊണ്ട് വന്ന മാലിന്യം പുറത്ത് വെച്ച് പള്ളിക്കകത്ത് കയറി അങ്ങോട്ട് പോയപ്പോൾ അതേ മാലിന്യം ഇട്ടുകൊണ്ട് അങ്ങ് പോയി. ഇവിടെ കേട്ടതെല്ലാം പള്ളിക്കകത്ത് വിശുദ്ധമായി കുഴിച്ചിട്ടേച്ച് പോയി. നമ്മുടേത് പുനരുദ്ധാന ശക്തിയാകും. പുനരുദ്ധാന ശക്തിയാകും. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ? എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, മൗനമാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കണം. ആ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആരാധനയുടെ ആരവമുണ്ടാകണം. നമ്മുടെ പിതാക്കന്മാർ പാട്ടുപാടി ശീലാന്തിയിൽ കയറിയിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമാണ് ഈ കൊട്ടാരക്കര സൈഡിൽ പ്രസംഗിക്കുന്നത്. എൻ്റെ ഈ ശുശ്രൂഷ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വലിയ സന്തോഷത്തോടുകൂടി ഓർക്കുന്നത് കൊട്ടാരക്കര കൺവെൻഷൻ്റെ വെള്ളിയാഴ്ചത്തെ പ്രസംഗങ്ങളാണ്. പലപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവരുടെ നിലവിളിയും പ്രാർത്ഥനയും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്നും അത് സ്വാധീനിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കും, എൻ്റെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. അവർ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്നുള്ള പാട്ടുപാടി ശീലാന്തിയിൽ കയറിയെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ പാട്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? അകത്തുള്ളതാണ് അവർ പാടിയത്, അല്ലാതെ പാട്ട് പാടി അകത്തോട്ട് കൊണ്ടുവരുമായിരുന്നില്ല. അകത്തോട്ട് കൊണ്ടുവന്നൊക്കെ വചനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. അകത്തോട്ട് കൊണ്ടുവന്നതൊക്കെ വചനത്തിലൂടെയും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അകത്തുള്ളത് കൊണ്ട് അവർ പാടി. ഇമ്മാനുവേൽ പള്ളിക്കകത്ത് അകത്തുള്ളവരുടെ പാട്ട്. ഹല്ലേലൂയ. അകത്തുള്ളവരുടെ പാട്ട്. ആരകത്തുള്ളവരുടെ പാട്ട്? ദൈവമകത്തുള്ളവരുടെ പാട്ട്. ഞാൻ പറയുന്നു, 2026 ഈ ഇടവകയ്ക്ക് ധന്യതയുടെ വർഷമാണ്. ഹല്ലേലൂയ. ഇത് ധന്യതയുടെ വർഷമാകുന്നത് ഈ വചനത്തിൻ്റെ മുമ്പിൽ പ്രതികരണം കാണിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പിൽ പ്രതികരണം കാണിക്കണം. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ പ്രതികരണം കാണിച്ച രാഹാബ് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പെട്ടകത്തെ പിൻപറ്റിയ ദൈവജനത്തിൻ്റെ മുമ്പിൽ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നും എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടിയാനുള്ള ഒരു എരിഹോ മതിലുണ്ടോ? ഒരു പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കുക, ചില മൗനനാളുകൾ നിങ്ങൾക്കുണ്ട്. ആ മൗനനാളുകളിൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആരവമിടാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ആരവമിടാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ആരവത്തോടുകൂടെ ഇത് ഇടിഞ്ഞു വീഴും. ദൈവത്തിൻ്റെ സ്തോത്രം. ആരവത്തോടുകൂടെ ആ മതിലിടിഞ്ഞു വീഴും. അത് ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരും. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഞാൻ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി, സ്തോത്രം. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനൊരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെൻ്റെ മുമ്പിൽ ഇങ്ങോട്ട് വരാൻ ആരും പറയാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ധ്യാനപൂർവ്വം ഇരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പോകുമ്പോൾ വേറെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണ്ട. ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് പോകണം. പക്ഷേ തട്ടിക്കുടഞ്ഞിട്ട് പൊക്കോ. തട്ടിക്കുടഞ്ഞ് അത് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം കൃപ ചെയ്യട്ടെ. ഇമ്മാനുവേൽ ദൈവാലയത്തിന് അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഉണ്ടാവട്ടെ. ഈ ദൈവാലയം ദൈവത്തിൻ്റെ പെട്ടകമായി, ഹല്ലേലൂയ, ദൈവജനത്തിന് ആശ്രയസ്ഥാനമായി, ഇത് അത്ഭുതത്തിൻ്റെ സ്ഥാനമായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടമായി തീരുവാൻ, എരിഹോ മതിലുകൾ ഇടിയുന്ന ഓരോ ജീവിത കാലഘട്ടങ്ങളിലും ഉയരുന്ന മതിലുകൾ ഇടിയുവാൻ, എരിഹോ മതിലുകൾ ഇടിയുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം.